കോടതിയലക്ഷ്യ നിയമത്തെ വിമർശിക്കാമോ? കോടതിയലക്ഷ്യ നിയമത്തെ വിമർശിക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കോടതിയലക്ഷ്യ നിയമത്തെ വിമർശിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ നിയമലോകം വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ മൈ അപ്രോച്ച് ഈസ് ആൻ അപ്രോച്ച് an advocate, an independent approach of an advocate. ആദ്യം തന്നെ പറയട്ടെ, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ടു ഇവാലുവേറ്റ് ദ മെറിറ്റ് ഓഫ് എ പർട്ടിക്കുലർ കേസ്. മൈ ഇൻറ്റൻഷൻ ഈസ് ഓൺലി ആൻ അക്കാഡമിക് ഇൻറ്റൻഷൻ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രൊഫസർ അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് കെ ജോസഫ്. ഞാൻ വിശകലനം ചെയ്യുന്ന ഈ കേസ് 11/2023 കോട്ടയം ബാറിലെ ചില അഭിഭാഷകർക്കെതിരെ കേരള ഹൈക്കോടതി എടുത്ത കേസിനെ ആസ്പദമാക്കിയാണ്. ഈ കേസിനെ ഞാൻ പല രീതിയിൽ വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി തന്നെ യൂറിസ്പ്രുഡൻഷ്യൽ അനാലിസിസ് ഓഫ് ജസ്റ്റിസ്. നമുക്കറിയാം, നീതിശാസ്ത്രപരമായ നീതിയെ പറ്റിയുള്ള സങ്കല്പം. നീതി കാലദേശങ്ങൾക്ക് അതീതമായ സനാതനമായ സങ്കല്പമല്ല. ഓരോ കാലത്തും ഓരോ സമയത്തും നീതി എന്ന സങ്കല്പം മാറിക്കൊണ്ടേയിരിക്കും. പ്രാചീന കാലത്തും അധികകാലത്തും ആധുനിക കാലത്തും നീതി എന്ന സങ്കല്പത്തിന് മാറ്റമുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ജൂറിസ്പ്രുഡൻഷ്യൽ അപ്രോച്ച് ടു ജസ്റ്റിസ്? ആന്തരികമായ നീതിയുടെ, സത്യത്തിൻ്റെ, ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂറിസ്പ്രുഡൻസ് അഥവാ നീതിശാസ്ത്രം നീതിയെ കാണുന്നത്. മറിച്ച് നിയമശാസ്ത്രമാകട്ടെ ഇന്ന് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസ് ഓഫ് certain advocates in Kerala is going to be analyzed on the basis of principles in jurisprudence and principles in legal science. നീതിശാസ്ത്രത്തിലെയും നിയമശാസ്ത്രത്തിലെയും സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഞാൻ വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് ലീഗൽ അപ്രോച്ച് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പറ്റി നോക്കാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്താണ്? കോടതി അലക്ഷ്യം. ഏതെങ്കിലും ഒരു കോടതിക്കെതിരെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തിയാൽ അത് കോടതി അലക്ഷ്യമാണ്. നിയമ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തിയാൽ അത് കോടതി അലക്ഷ്യമാണ്. നീതിയുടെ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ അത് കോടതി അലക്ഷ്യമാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതിയുടെ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ. ഞാൻ മുമ്പ് പറഞ്ഞ കേസിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. സോമോട്ട കേസ്. ചില അഭിഭാഷകർ ഒരു ജുഡീഷ്യൽ ഓഫീസർക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഈ കേസിൻ്റെ നാൾ വഴികൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. അൺബിക്കമിങ് കമന്റ്സ് ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് എതിരെ പറയുകയുണ്ടായി. That affected the dignity and decorum of the court. That affected the dispensation of justice. So, court considered it is an offense as per the contempt of court. ഇന്ത്യൻ ഭരണഘടനയിലെ 215 വകുപ്പ് അനുസരിച്ച് കേസെടുത്തത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യൻ ഭരണഘടന തന്നെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫെയർ ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം, റീസണബിൾ ക്രിറ്റിസിസം അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് സുപ്രീം കോടതിയുടെ പല വിധികളിലും ഉള്ളതാണ്. ലോ കമ്മീഷനും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം ഉദിക്കുന്നു, ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസർക്കെതിരെ അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം, അൺബിക്കമിങ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടത്തിയാൽ അതെങ്ങനെയാണ് ശരിയായി ക്രിറ്റിസിസം ആകുന്നത്?
ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ നീതിശാസ്ത്രത്തിന്റെ ചരിത്രപരമായ വികാസ പരിണാമങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. Justice is a chain. It may vary from place to place and time to time. ഞാൻ പറഞ്ഞു, സമയങ്ങൾക്കും കാലങ്ങൾക്കും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാലത്ത് നീതി എന്ന് പറയുന്നത് ലീഗലിസ്റ്റിക് പ്രോസസ് ആയിരുന്നില്ല, മറിച്ച് പൊളിറ്റിക്കൽ പ്രോസസ് ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് നീതി എന്ന സങ്കല്പം ഉണ്ടായതെന്ന് നമുക്കറിയാം. അവിടെ കോടതിയുടെ ആയിരുന്നില്ല, മറിച്ച് പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെയായിരുന്നു. അജിറ്റേഷണൽ പാർട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കോടതിയുടെ ആയിരുന്നില്ല. അപ്പോൾ ഒരു കാര്യവും ഇവിടെ പ്രസക്തമായിട്ട് വരുന്നു. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നീതി പീഠം, ഇന്ത്യയിലെ നിയമ സംവിധാനം, ഇതനുസരിച്ച് വേണ്ടേ പൗരന്മാർ പ്രവർത്തിക്കേണ്ടത്. ഒരു കാര്യം ഓർക്കുക, ചില കേസുകളിൽ there will be grave and sudden provocation, പെട്ടെന്നുള്ള പ്രകോപനം ഉണ്ടാകാം. അപ്പോൾ ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടായെന്ന് വരാം. അവിടെ ഗിൽറ്റി ഇന്റൻഷൻ ഇല്ല, ഇന്റൻഷണൽ ആക്ട് അല്ല. ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റകൃത്യമാകുന്നു എന്നുള്ളത് ക്രിമിനൽ ലോയിൽ നമുക്കറിയാം. ഇവിടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അനുസരിച്ച് അഭിഭാഷകരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് അനുസരിച്ച് ശിക്ഷിച്ചപ്പോൾ കോടതി വിധിയിൽ പറയുന്നില്ല അൺലോഫുൾ അസംബ്ലി നടത്തിയെന്ന്, കോൺസ്പിറസി നടത്തിയെന്ന് പറയുന്നില്ല, ക്രിമിനൽ ഇന്റിമിഡേഷൻ നടത്തിയെന്ന് പറയുന്നില്ല. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് സെക്ഷൻ 12 അനുസരിച്ച് പണിഷ്മെന്റ് ഓഫ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: 2000 രൂപ പിഴയോ 6 മാസം തടവോ, രണ്ടും കൂടിയോ. ഇവിടെ പ്രസക്തമായ ചോദ്യം ഇതാണ്: കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് സെക്ഷൻ 12 നിലനിൽക്കുന്ന ശിക്ഷ മാത്രമേ ഏതെങ്കിലും ഒരു കോടതിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് സുപ്രീം കോടതിയിലെ വിധികളിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറ്റാരോപിതരെ ശിക്ഷിക്കുന്നത് നിലനിൽക്കുന്ന നിയമമനുസരിച്ചാണ്. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു: ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട്, കോടതിയുടെ വിവേചനാധികാരം. ഇഫ് ദ കോർട്ട് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ അൺകണ്ടീഷണൽ അപ്പോളജി, നിരുപാധികമായ മാപ്പ് കോടതി സ്വീകരിക്കുന്നില്ല എങ്കിൽ കോടതിക്ക് മറ്റ് ശിക്ഷകൾ നൽകാമോ എന്ന ചോദ്യം. ഇവിടെ വിവേചനാധികാരത്തെ പറ്റി പറയുമ്പോൾ നിയമശാസ്ത്രത്തിൽ പറയുന്നു ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യസ്. ഇത് ധർമ്മശാസ്ത്രത്തില്, നീതിശാസ്ത്രത്തില്, നീതി സങ്കല്പത്തില് മനസ്സാക്ഷിയിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. ഇത് എപ്പോഴും പോസിറ്റീവാണ്, ശുഭോദർക്കമാണ്. ചുരുക്കത്തില്, ദിസ് approach should not affect the dignity, majesty and glory of the advocate. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷ മാത്രമേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നൽകാൻ പറ്റുകയുള്ളൂ. കൂടാതെ സമൂഹത്തെ സേവിക്കണം, അതുപോലെ തന്നെ നിയമസഹായം നൽകണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്ലോറിഫൈഡ് ഇൻസൾട്ട് ടു ദ അഡ്വക്കേറ്റ് ആൻഡ് ലീഗൽ പ്രൊഫഷൻ. ഉദാത്തമായ അപമാനമാണ് കോടതി അഭിഭാഷകരോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, എൻ്റെ സമീപനം വ്യക്തിപരമാണ്. കോടതിയുടെ വിധിയെ വിമർശനം ചെയ്യുവാനോ വിലയിരുത്തുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അക്കാദമികമായ ഒരു സ്വതന്ത്ര വിശകലനം മാത്രം ആണ്. നമുക്കിനി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിനെ പറ്റിയുള്ള വിമർശനത്തെ പറ്റി നോക്കാം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കേസുകൾ എടുക്കാം. ഹൈക്കോർട്ട് ഓഫ് കേരള വേഴ്സസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അരുൺ ജെയ്റ്റ്ലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, അജയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, പുത്രൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഈ കേസുകളെല്ലാം വിശകലനം ചെയ്തപ്പോൾ ശിക്ഷിച്ച കേസുകളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിലെ പണിഷ്മെന്റിന് ഉപരിയായിട്ട് കോടതിയുടെ വിവേചനാധികാരം
ഉൾക്കൊണ്ടുകൊണ്ട് കുറ്റാരോപിതർക്ക് സമൂഹത്തെ സേവിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മാത്രമാണ്. ഇനി ഇതിന്റെ ചരിത്രപരമായ വികാസ പരിണാമം നോക്കിയാൽ നമുക്കറിയാം. ബ്രിട്ടീഷ് ജൂറിസ്പ്രുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഡിവൈൻ തിയറി. ദൈവത്തിന് പ്രതിഫലനമാണ് രാഷ്ട്രവും നീതിപീഠവും. അതാകട്ടെ രാജാവിനോട് പ്രതിഫലിക്കുന്നു. രാജാവിന് തെറ്റുപറ്റുകയില്ല. അപ്പോൾ ഈ സങ്കല്പം നിലനിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയിലെ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടന, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം എവിടെ എന്ന ചോദ്യം പതിക്കുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ തന്റെ വിവിധ വിധികളിലും ഇത് പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. വളരെ എളിമയോടുകൂടി പറയട്ടെ, എൻ്റെ PhD പ്രബന്ധം തീർക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് വി ആർ കൃഷ്ണനുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം നടത്തിയ ഗൗരവമായ നിരീക്ഷണം ഇതാണ്: എവരി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ലീഗൽ സിസ്റ്റം. ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഈസ് നോട്ട് എ മോഡൽ ലീഗൽ സിസ്റ്റം. ഇൻ എ ഡെമോക്രസി ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ്. ഓർക്കുക, ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ വിധികളിലെല്ലാം നമുക്കറിയാം വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉണ്ടായിരുന്നതായിട്ട് കാണാം. ഇവിടെ വീണ്ടും ഞാൻ പരാമർശിച്ച കേസിലേക്ക് വരട്ടെ. If the authority of the court is questioned, court can take appropriate action. ഇവിടെ പറയട്ടെ, there is no intention to make such an agitation. വീണ്ടും പറയുന്നു, അബ്യൂസീവ് ലാംഗ്വേജ്, അൺബിക്കമിങ് ലാംഗ്വേജ്, അൺഫെയർ ലാംഗ്വേജ്. ഓർക്കുക, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് അനുസരിച്ച് ശിക്ഷയുണ്ട്. അൺകണ്ടീഷണൽ അപ്പോളജി. If court is not satisfied with the unconditional apology, fine can be given to the respondents. ഫൈൻ ചുമത്താൻ പറ്റും. മാപ്പ് കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഇല്ല എങ്കിൽ തടവ് ശിക്ഷയും കൊടുക്കാൻ പറ്റും. വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ഇല്ല. എടുത്തു പറഞ്ഞാൽ അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ടിലെ അവസാനത്തെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ വിധി 1932 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിർത്തലാക്കി. Now it is void ab initio. ശൂന്യവും നിരർത്ഥകവുമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് നിയമ സംവിധാനത്തിന്റെ വളർച്ച, ഉയർച്ച, ഉത്ഭവം എങ്ങനെയാണ്? നമുക്കറിയാം, കോളനി ഭരണത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇന്നത്തെ നിയമ സംവിധാനം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇതെന്റെ അഭിപ്രായമല്ല, നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ വിശകലനങ്ങളാണ്. ലീഗൽ ഇക്കോണമിസ്റ്റുകളുടെ എടുത്തു പറഞ്ഞാൽ ഗാരിസസ് ബെക്കർ 1992 നോബൽ സമ്മാനം കിട്ടിയതാണ്. അദ്ദേഹം പറയുന്നു, വ്യവഹാരികൾ നടത്തുന്ന ടൈം, മണി, എനർജി ആൻഡ് മാനേജറിയൽ എബിലിറ്റി, അവരുടെ ഊർജം, അവരുടെ പണം, അവരുടെ സമയം കണക്കിലാക്കുമ്പോൾ പല വിധികളും നഷ്ടമായിട്ട് വരുന്നു. ദ മാക്രോ സോഷ്യൽ കോസ്റ്റ്, സമൂഹം നീതി നിർവഹണത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ദ മാക്രോ സോഷ്യൽ ബെനിഫിറ്റ്, സമൂഹത്തിന് മൊത്തം കിട്ടുന്നത്. ചുരുക്കത്തില് നിയമ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതിനു വേണ്ടിയുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്. എത്രമാത്രം പണം ചിലവാക്കുന്നു? അദ്ദേഹം പറയുന്നു, വികസന രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയല്ല വേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? നിയമ സംവിധാനത്തിൽ യുക്തിപരത, അതുപോലെ തന്നെ ശാസ്ത്രീയത ഉണ്ടെങ്കിൽ പല സംവിധാനങ്ങളും ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രപരമായിട്ടുള്ള ഇതിൻ്റെ വികാസ പരിണാമങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണോ എന്നുള്ളത് മനസ്സിലാക്കണം. വീണ്ടും സാമ്പത്തിക ശാസ്ത്രന്മാർ പഠനം നടത്തുന്നുണ്ട്. ഗുഡ് ഗവൺമെൻറ്. അദ്ദേഹം പറയുന്നു,
എക്കണോമിക് ഫോഴ്സസ്, സാമ്പത്തിക ശക്തികളാണ് ലീഗൽ ഫോഴ്സിനെ ഉണ്ടാകുന്നത്. അപ്പോൾ അഭിഭാഷകർ കോടതിയോട് പ്രതികരിക്കുമ്പോൾ മാതൃകാപരമായിട്ട് പ്രതികരിക്കണമെന്ന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്തു ഉണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അൺഇൻറ്റൻഷണൽ ആക്ട് ആണെങ്കിൽ മാപ്പ് കൊടുക്കാവുന്നതാണ്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിൽ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, അതിലുപരിയായിട്ട് discretion of the court. It should be exemplary, based on the principles of justice, equity and good conscience, and based on the principles of law. ഇവിടെ സാമൂഹ്യ സേവനം നടത്തണമെന്ന് പറയുന്നത് യുക്തിപരമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ വിശകലനത്തിലേക്ക് നോക്കാം. ആർതർ ലെവീസ് പഠിക്കുകയുണ്ടായി വികസന രാഷ്ട്രങ്ങളിലെ നിയമ സംവിധാനത്തെ പറ്റി. കോടതിയും കോടതി വിധിയും അഭിഭാഷകരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നിയമ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതിയിൽ നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ പല വിധികളിലുമുണ്ട്. The socio-economic political system existing in the country should be taken into consideration. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ശക്തികൾ നാം മനസ്സിലാക്കണം. ലോ കമ്മീഷൻ എടുത്ത് പറയുന്നുണ്ട്. ലോ കമ്മീഷൻ പല വിഷയങ്ങളെ പറ്റി പല രീതിയിൽ പഠിക്കുകയുണ്ടായി. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട് ശരിയായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. ശിക്ഷ എപ്പോഴും നല്ലതാണ്. ഓർക്കുക, അഭിഭാഷകരെ ശിക്ഷിക്കുമ്പോൾ, അഭിഭാഷകർക്ക് ശിക്ഷ നൽകുമ്പോൾ അവരെ അപമാനിക്കരുത്. അഭിഭാഷകരെ അപമാനിച്ചാൽ കോടതി തന്നെയാണ് അപമാനിക്കപ്പെടുന്നത്. നന്ദി, നമസ്കാരം.